ഞാനൊരു ചെറിയ കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മൾ ദുബായിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി കൊഴിയുന്നൊരു കോമൺ പ്രോബ്ലം. അതിന് മെയിൻ പല റീസൺ ഉണ്ട്. ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റാണ്, രണ്ടാമത്തെ ഇവിടുത്തെ വാട്ടറാണ്. അപ്പോൾ ഞാൻ ഈ മുടി കൊഴിച്ചലിന് സൊല്യൂഷൻ ആയിട്ടൊന്നല്ല ഈ വീഡിയോയിൽ വന്ന്. നമ്മളിവിടെ ദുബായിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ മുടി കൊഴിച്ചൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മുടി കൊഴിച്ചൽ കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു ഷവർ ഫിൽറ്റർ വാങ്ങി ഉപയോഗിക്കുകയുണ്ടായി. അത് ഞാൻ നൂണിൽ നിന്നാണ് വാങ്ങിയത്. ഫിലിപ്സിൻ്റെ ഷവർ ഫിൽറ്ററാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഫിലിപ്സിൻ്റെ ഷവർ ഫിൽറ്റർ വാങ്ങി മാറ്റി ഉപയോഗിച്ചു. മുടി കൊഴിച്ചലിന് നല്ല കുറവുണ്ട്. അതേപോലെ ഡാൻഡ്രഫ് വരുന്നതിലും കുറവുണ്ട്. ഈ ഷവർ ഫിൽറ്റർ മാക്സിമം എത്തുന്നത് ഒരു 3 മാസമാണ്. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാട്രിഡ്ജോ അല്ലെങ്കിൽ ഫിൽറ്ററോ മാറ്റണം. നോർമലി ഫിലിപ്സിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മോഡൽ നമുക്ക് 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാട്രിഡ്ജ് മാറ്റുന്നതും ഷവർ ഫിൽറ്റർ ടോട്ടൽ മാറ്റുന്നതും ഏകദേശം പൈസ സെയിം ആണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്ത് കരുതി എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്ലി ഷവർ ഫിൽറ്ററിന് പകരം വേറെ ഒരു പ്രൊഡക്റ്റ് നൂണിൽ കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഒരു 20 സ്റ്റേജ് ഫുൾ ഫിൽറ്ററാന്ന് കരുതി അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ആ ഷവർ ഫിൽറ്റർ വാങ്ങിയിട്ട് ആകെ വാങ്ങിപ്പോയല്ലോ എന്നുള്ള ഒരു അവസ്ഥയായി. കാരണം നമ്മളെപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റും ഒരു പൈസ കുറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റും കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പം പൈസ കുറഞ്ഞ പ്രൊഡക്റ്റിന് സ്പെസിഫിക്കേഷനെല്ലാം ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കരമായിട്ട് അത് പൊലിപ്പിച്ച് കാണിക്കും. നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വിട്ടിട്ട് പൈസ കുറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലങ്ങളെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇട്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷവർ ഫിൽറ്റർ. ഇത് 3 മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഷവർ ഫിൽറ്ററിൻ്റെ. കാണാൻ നിങ്ങൾക്ക് ഫുള്ള് ഇതിൻ്റെ അകത്ത് കച്ചറയായി നിറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് പൈപ്പിൽ നിന്ന് വരുന്ന ഇതാണ് ഞാൻ പുതിയ വാങ്ങിയ ഷവർ ഫിൽറ്റർ. എനിക്ക് തോന്നുന്നു മിക്കവാറും ലോ ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. നൂണിൽ സ്പെസിഫിക്കേഷനിലൊക്കെ നോക്കുമ്പോൾ 20 സ്റ്റേജ് ഫിൽറ്ററിങ്ങിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഫിറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ലീക്കാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ വാങ്ങിയ ഒരു ഷവറിൻ്റെ കൂടെയുള്ളൊരു ഫിൽറ്ററാണ്. ഈ കാണുന്നത് ഒരു കാട്രിഡ്ജാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് ഈ വെള്ള കാണുന്നത് ഫിൽറ്ററാണ്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മുന്നേ ഞാൻ കാണിച്ച ഫിലിപ്സിൻ്റെ ഷവർ ഫിൽറ്ററിൻ്റെ പൈപ്പായിട്ട് ഘടിപ്പിക്കുന്ന ഭാഗമാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച കാട്രിഡ്ജ് മാറ്റാൻ പറ്റുന്ന ഷവർ ഫിൽറ്ററിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്റർ. ഇത് ഏകദേശം ഞാൻ 3-4 ആഴ്ച ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ കോലത്തിലായി. ഇത് വെള്ളയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ചളി പിടിച്ചിട്ട് ഇങ്ങനെ കറുത്ത കളർ, ഏകദേശം മണ്ണിൻ്റെ കളറായതാണ് നിങ്ങളിപ്പം കാണുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം കയറി, അടിയിൽ നിന്ന് ഉള്ളിലൂടെ വെള്ളം കയറി വെളിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഞാനിപ്പം മാറ്റിയിട്ട ഫിൽറ്ററാണത്. ഈ പഴയ ഫിലിപ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഉള്ളിലെല്ലാം ഫുള്ള് നന്നായി കച്ചറയായിട്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഈ വെള്ളം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പൈപ്പിലെ വെള്ളത്തിൽ നിന്നുള്ള ചളിയാണ്. ഞാൻ ഈ ഫിൽറ്ററൊന്ന് വൃത്തിയാക്കിയുണ്ടായി. അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് അഴുക്കാണ് പോയിട്ടുണ്ടായത്. ഇതൊക്കെ കാരണമാണ് നമുക്ക് ഡാൻഡ്രഫും മുടി കൊഴിച്ചലെല്ലാം ഉണ്ടാകാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇനിമേൽ ഇങ്ങനത്തെ സൂക്ഷിച്ച് വാങ്ങുക ഇങ്ങനത്തെ പ്രൊഡക്റ്റെല്ലാം. അപ്പോൾ ഇത്രയും വീഡിയോയിൽ പറയാനുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുക. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വാങ്ങുക.